അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ സീസിൻ്റെ ഇംഗ്ലീഷ് കാലിഗ്രാഫിയുടെ ഫ്രീ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഷിഫ. ഞാൻ വരുന്നത് കൊടുവള്ളി കേക്കോത്ത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഈ സീസിൽ ഇംഗ്ലീഷ് കാലിഗ്രാഫി എടുക്കുന്ന ആളായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം ഞാൻ നിങ്ങളിലേക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും പൊതുവെ പറയുന്നൊരു കാര്യമാണ്, എന്താണ് ഈ ഇംഗ്ലീഷിൽ കാലിഗ്രാഫി, അതുകൊണ്ട് എന്തുപയോഗമാണ് നമുക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇംഗ്ലീഷ് കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ റൈറ്റിങ്ങിൻ്റെ ഒരു ആർട്ടാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് സ്കൂളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാലിഗ്രാഫി. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്, അവരുടെ എഴുത്ത് ശരിയാവുന്നില്ല, അവർക്ക് കർസീവിൽ എഴുതാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങൾ ഈ ഒരു ഇംഗ്ലീഷ് കാലിഗ്രാഫി നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ റൈറ്റിങ്ങിൻ്റെ സ്കില്ല് അത് നല്ല പോലെ ഇമ്പ്രൂവ് ആവും. കാരണം എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുറേ ആൾക്കാർ അതിനുള്ള ഒരു നല്ല കമൻറ്റ് എനിക്ക് തന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും, ഈ ഒരു കാലിഗ്രാഫി പഠിച്ചത് കൊണ്ട് നിങ്ങൾ അതിന് പേ ചെയ്യുന്ന ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അത് മിസ്സായി പോവില്ല. കാരണം നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എൻ്റെ അടുത്ത് കുറേ പാരൻസ് തുടങ്ങുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, എൻ്റെ മക്കൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, എഴുതുമ്പം നല്ല വൃത്തിയിലല്ല എഴുതുന്നത്, ഒരു ഭംഗി കിട്ടുന്നില്ല, വൃത്തിയായിട്ട് എഴുതാൻ പോലും പറ്റുന്നില്ല മിസ്സേ, ഇത് വർക്കാവോ, എഴുതാൻ പറ്റുമോ, അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ച കുറേ പാരൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ എന്നോട് അവർ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. ഇത് ഇത്രത്തോളം അവർ ബെറ്റർ ആവുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിട്ടില്ല. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ടീച്ചേഴ്സ് വരെ ചോദിക്കുന്നു എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ആദ്യത്തെ റൈറ്റിങ്ങും ഇപ്പോഴത്തെ റൈറ്റിങ്ങും കാണിച്ച് തന്നിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. മിസ്സേ, ഞങ്ങൾ ഇതിന് വേണ്ടി ചിലവഴിച്ച സമയം ഞങ്ങൾക്ക് ഒരിക്കലും മിസ്സായി പോയിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഞാൻ കരുതി ഒരു ഫ്രീ ക്ലാസ് വെച്ചാൽ ബാക്കിയുള്ളവർ കൂടി ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാമല്ലോ എന്ന്. റൈറ്റിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കല്യാണങ്ങളിൽ മറ്റ് പരിപാടികളിലൊക്കെ സേവ് ദ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ആ ഒരു സേവ് ദ ഡേറ്റ് നമുക്ക് കൈപ്പടയിൽ എഴുതണം എന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് കാലിഗ്രാഫി പഠിച്ച ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളുമായിട്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കാലിഗ്രാഫിനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിലെടുക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.